വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിൽ UDF പക്ഷപാതിത്വ നിലപാട് സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് ആസൂത്രണ കമ്മിറ്റി യോഗത്തിൽ നിന്നും LDF ഇറങ്ങിപ്പോയി. ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകളിൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ UDF അംഗങ്ങളെ മാത്രം തിരുകി കയറ്റുകയായിരുന്നുവെന്നാണ് ആരോപണം. City Gold and Diamonds, Kerala and Karnataka, the glow of purity. ഗ്രാമസഭകൾ പാർട്ടി ഓഫീസുകളിൽ നടത്തി തികച്ചും പക്ഷപാതിത്വ നിലപാടെടുത്തുവെന്നും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ആസൂത്രണ സമിതിയിലേക്കും വർക്കിംഗ് ഗ്രൂപ്പുകളിലേക്കും പുനഃസംഘടന നടക്കുമ്പോൾ UDF അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തുന്നുവെന്ന ആരോപണങ്ങളും LDF ആരോപിച്ചു. LDF വലിയപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആസൂത്രണ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വലിയപറമ്പ് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ LDF ജനപ്രതിനിധികളും പ്രവർത്തകരും ധർണാ സമരം നടത്തി. CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആസൂത്രണ സമിതിയിൽ LDFന്റെ ആളുകൾ എന്ന് പറയുന്നത് 5 ആളുകളായിരുന്നു. UDFനും 5, ബാക്കി CPI, ജനതാദള്, BJP ഉൾപ്പെടെയുള്ള ആളുകൾ, നിലവിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രസിഡന്റ്, സെക്രട്ടറി, 20 ആളുകളാണ് അന്നുണ്ടായിരുന്നത്. എല്ലാം അന്നത്തെ പ്രതിപക്ഷമില്ലെങ്കിലും അബ്ദുൽ സലാമിനോട് ചോദിച്ച് അവരുടെ ആളുകളുടെ പേര് ചോദിച്ച് ആ തലത്തിലേക്ക് പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതാ ഈ 2026 ആസൂത്രണ സമിതി പുനഃസംഘടിപ്പിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജംബോ ജെറ്റ് ഒരു ആസൂത്രണ സമിതിയാണ് നമ്മൾ കാണുന്നത്. 26 പേര് അടങ്ങുന്ന ഒരു ആസൂത്രണ സമിതി. ആസൂത്രണ സമിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ പദ്ധതി ആസൂത്രണം ചെയ്യാൻ പാകത്തിലുള്ള കഴിവുകളുള്ള ആളുകളെ അതിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇത്തവണത്തെ ആസൂത്രണ സമിതിക്ക് ഇവർ കണ്ട യോഗ്യത എന്ന് പറയുന്നത് വോട്ട് ചേർക്കാൻ ഏറ്റവും കൂടുതൽ UDFന് വേണ്ടി മെനക്കെട്ടവരാര്, വീട് കയറാൻ ഏറ്റവും കൂടുതൽ ആളുകൾ സംഘടിപ്പിച്ചതാര്, ഈ തരത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ആസൂത്രണ സമിതിക്കകത്തേക്ക് ആളുകളെ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഇത്തവണ 26 അംഗ ആസൂത്രണ സമിതി ഉണ്ടാക്കിയപ്പോ അതിൽ 15ഓളം ആളുകൾ UDFന്റെ ആളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും കൂടുതൽ വോട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 6 പ്രതിനിധികളുള്ള ഈ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ഇവിടെ ഇവർ തീരുമാനിച്ചത് ഇന്നലെ വരെ 2 ആളുകളെ. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ഇടതുപക്ഷത്തോടുള്ള വെല്ലുവിളിയാണ്. കഴിഞ്ഞ ഭരണസമിതിക്കകത്ത് LDFന്റെ അംഗങ്ങൾ ശക്തമായി ഇതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോ ഔദാര്യം പോലെ ഒരാളെ കോപ്റ്റ് ചെയ്തു. അങ്ങനെ 3 ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 3 ആളുകളെയാണ് ആസൂത്രണ സമിതിയിലേക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ 3ാമത്തെ ആളെ കോപ്റ്റ് ചെയ്യുമ്പോ മറ്റൊരു മുൻ ഭരണസമിതി അംഗത്തെ ആദ്യം അതിലേക്ക് കോപ്റ്റ് ചെയ്യുകയാണ്. വിചിത്രമായ രീതിയിലാണ് ഇവിടെ ആസൂത്രണ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ പഞ്ചായത്തിന്റെ ഭരണം 5 വർഷക്കാലം എങ്ങനെ നടത്തിക്കൊണ്ടുപോകുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണത്ത് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. P ശ്യാമള, EK മല്ലിക, K മനോഹരൻ, VV ഉത്തമൻ എന്നിവർ സംസാരിച്ചു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ കളക്ടർ, ജോയിന്റ് ഡയറക്ടർ, വകുപ്പ് മന്ത്രി എന്നിവർക്ക് LDF പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.